നമസ്കാരം. ഇന്ന് ക്രിസ്തുമസാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് എവിടെയും പോയിട്ടില്ല, വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. മക്കളെയൊക്കെ കളിപ്പിച്ച് ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ മാത്രമല്ല, ലോകത്തെ ക്രിസ്ത്യാനികളെല്ലാം ഇന്ന് ക്രിസ്തുനാഥൻ ജനിച്ചതിൻ്റെ ഒരു ആനന്ദമായിട്ട് തിന്നും കുടിച്ചും ആനന്ദ നൃത്തം ചവിട്ടിയൊക്കെ ഇങ്ങനെ വീടുകളിൽ ഇരിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഈ ദിവസത്തിൽ കഴിഞ്ഞു പോയ ദിവസങ്ങളിലെല്ലാം ഞാനിങ്ങനെ പുറത്തുകൂടിയൊക്കെ നോക്കുമ്പോൾ നിരവധി നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ ഗംഭീരമായി തൂങ്ങിക്കിടക്കുന്നത് കാണാനിടയായി. അപ്പോൾ ഞാൻ പാവപ്പെട്ട ചില വീടുകളിലേക്കൊക്കെ നോക്കി. പാവപ്പെട്ട വീടുകളിൽ ചിലപ്പോൾ ഒരു നക്ഷത്രം തൂക്കാൻ പോലും സാധിക്കാത്ത വീടുകളും എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അപ്പോൾ അവർക്ക് എങ്ങനെ നമുക്ക് ഏറ്റവും പൈസ കുറഞ്ഞ ചിലവിൽ നമുക്കൊരു നക്ഷത്രം നിർമ്മിച്ച് തൂക്കിയിടാം എന്നുള്ളത് സംബന്ധിച്ചൊക്കെ അവരെ ഞാനൊന്ന് കാണിച്ചു കൊടുക്കാം. അതിനോടൊപ്പം എൻ്റെ മക്കൾക്കും ഈ ക്രിസ്തുമസിൻ്റെ എന്താണ് ക്രിസ്തുമസ് എന്ന് ചോദിച്ചാൽ പോലും കുട്ടികൾക്ക് അറിയില്ലാത്ത, അല്ലെങ്കിൽ സഭാ നേതൃത്വം മാത്രം പഠിപ്പിക്കുന്നതൊക്കെയാണ് നമ്മൾ ക്രിസ്തുമസായിട്ട് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രിസ്തുമസ് എന്ന് പറയുന്നത് യേശുനാഥൻ ജനിച്ചു വീണ ദിനത്തെയാണ് നമ്മൾ ക്രിസ്തുമസായിട്ട് ആചരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇതിനു മുമ്പ് തന്നെ റോമ സാമ്രാജ്യത്തിൽ ക്രിസ്തുമസ് ആചരിച്ചിരുന്നു. സൂര്യൻ്റെ ജന്മദിനമായും ക്രിസ്തുമസ് ആചരിച്ചിട്ടുണ്ട്. എന്നാൽ റോമാ സാമ്രാജ്യ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റൻ ക്രിസ്തുമതം സ്വീകരിച്ചതിനെ തുടർന്നാണ് AD 336 ക്രിസ്തുമതത്തിന് കൂടുതൽ ആളുകൾ ചേരുകയും അതിനെ തുടർന്ന് ക്രിസ്തു ജനിച്ച ദിനമായി ഡിസംബർ 25 ക്രിസ്തുമസ് ആചരിക്കുകയും ആണ് ചെയ്തു വന്നുകൊണ്ടിരുന്നത്. വീണ്ടും ജൂലിയാസ് എന്ന് പറയുന്ന സഭയുടെ ഒന്നാമൻ മാർപ്പാപ്പ, അദ്ദേഹമാണ് ഔദ്യോഗികമായി ഡിസംബർ 25 ക്രിസ്തുമസ് ആയി, ക്രിസ്തുനാഥൻ്റെ ജന്മദിനമായി ക്രിസ്തുമസിനെ പ്രഖ്യാപിക്കുന്നത്.